അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജാമീസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കുറുമയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കുറുമയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മുടെ പാലപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, വെള്ളയപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പം ഈ കറി നമുക്ക് എങ്ങനെയാണ് ഒന്ന് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതുപോലെ തന്നെ ഇതുവരെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനൊരു 3 മീഡിയം സവോള ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 പച്ചമുളക് ഇങ്ങനെ നെടുകെ കീറി വെച്ചിട്ടുണ്ട്. ഒരു 3 തണ്ട് കറിവേപ്പില വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങ പിന്നെ തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും കശകശയും. കശകശ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് ചോദിച്ചാൽ കസ്കസ് അല്ല. കശകശ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക പാക്കറ്റിൻ്റെ കൂടെ ഒക്കെ ഒരു കുഞ്ഞു സാധനം പോലത്തെ കിട്ടുമല്ലോ, ഒരു വെളുത്തുള്ളൊരു സാധനം, അതാണ് കശകശ എന്ന് പറയുന്നത്, അല്ലാതെ കസ്കസ് അല്ല. അപ്പോൾ അതും നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടെ ഇങ്ങനെ വെള്ളത്തിൽ 1 ടീസ്പൂൺ കശകശയും ഒരു 10 അണ്ടിപ്പരിപ്പും ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്തി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നേരത്തെ നമ്മളിത് പാചകം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തേങ്ങ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ഞാൻ പിന്നീട് കാണിക്കാം. നമുക്കിപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് തുടങ്ങാം. ബാക്കി ഞാൻ പടിപടിയായിട്ട് പറയാം. ഓക്കെ, ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ ഇത്രയും പട്ട, വളരെ ചെറുത്. അതുപോലെ തന്നെ ഒരു 4 ഗ്രാമ്പു ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് സവോള ഒന്ന് പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. അടുത്ത നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ പച്ചമുളക് ഇതുപോലെ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അപ്പം ഇത് വഴണ്ട് വരുന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രൗൺ ഷെയ്ഡ് ആവണ്ട. അതിന് മുമ്പത്തെ ഒരു കളർ ഉണ്ടല്ലോ, അതായാൽ മതി. അതായത് നന്നായിട്ട് വഴണ്ട് വരണം, പച്ചച്ചോ പാടില്ല. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കാം. നമ്മുടെ അടുപ്പിൽ കിടന്ന് നമ്മുടെ സവോള ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങയുടെ കൂട്ടത്ത്, ഇത് അരമുറി തേങ്ങയാണ് മുമ്പ് പറഞ്ഞിരുന്നു, ഈ തേങ്ങയുടെ കൂട്ടത്ത് നമുക്കിത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകമാണ്, ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകം നമ്മൾ ഇട്ട് കൊടുത്തു. അതും നമ്മുടെ ഈ അണ്ടിപ്പരിപ്പും കശകശയും കൂടെ നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മുടെ സവോളയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പം നമുക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. അതായത് കാശ്മീരി ചില്ലി പൗഡർ ഒരു ചെറിയ ടീസ്പൂൺ. കാരണം നമ്മൾ നല്ല എരിവുള്ള പച്ചമുളകാണ് നമ്മൾ ആദ്യമേ ഇതിനകത്ത് കീറിയിട്ടത്. അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ മതിയാവും. അപ്പം ഇത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. നല്ല ഒരു അടിപൊളി കുറുമയാകട്ടോ. പൊറോട്ടായിക്കും അതുപോലെ തന്നെ പാലപ്പം, ഇടിയപ്പം, വെള്ളയപ്പം, എന്തപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കുറുമയാണ്. നിങ്ങളെന്തായാലും ഒന്ന് വെച്ച് നോക്കുക. ബാച്ചിലേഴ്സിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുറുമ കൂടിയാണ്. ഇപ്പം നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ മസാലയെല്ലാം ഒന്ന് ഇപ്പം നമുക്ക് നല്ലതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പം നമുക്ക് ഇനി അടുത്ത് നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തോട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഈ കറിക്ക് ഒരു പച്ച ചുവ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരുപാട് ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല. ഇളം ചൂടുവെള്ളം ആണെങ്കിലും തണുത്ത വെള്ളം ഒഴിക്കാതിരിക്കുക, ചൂടുവെള്ളം ഒഴിക്കുക. അപ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഇതിലൂടെ ഒന്ന് വെള്ളം ഒഴിക്കാം. കാരണം നമുക്കിനി തേങ്ങയുടെ ഒരു കൂട്ടൂടെ അരച്ച് ചേർക്കാനുണ്ടല്ലോ, അപ്പത്തിനും കുറച്ചുകൂടെ കുറുകും. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ മിക്സിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തുള്ള അരപ്പും കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് 1 കിലോ ചിക്കൻ ഉണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല, ഇനിയുമാണ് നമ്മൾ ഉപ്പിടാൻ പോകുന്നത്. കുറുമയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാക്സിമം ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. ഒരുപാട് വലിയ പീസ് വേണ്ട. അപ്പം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിതാ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കറി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഇനി നമ്മളിപ്പോൾ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ ഭയങ്കരമായിട്ട് അത് നിറഞ്ഞിരിക്കും. അതൊരു എത്ര വലിയ പാനൊന്നുമല്ല, ചെറിയ പാനാണ്. അപ്പം ഞാനിത് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ ശകലം കൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് സിമ്മിലിട്ട് തീ കുറച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആകാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ, കശകശ, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടെ അരച്ച കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ആ കൂട്ട് ഒഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇതെന്നാ എടുക്കണം? നന്നായിട്ടൊന്ന് ഇളക്കണം. നമുക്കിതിൻ്റെ ചാറിൻ്റെ പരുവമൊക്കെ ഒന്ന് നോക്കണം. തേങ്ങായും കൂടെ ഒഴിച്ചുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് പിന്നെ ഒന്ന് കുറുകി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ചൂടുവെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ വേണ്ട ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കുക, ഒന്ന് ഇളക്കുക. ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം.
ഉപ്പ് ഇത്തിരി കുറവാണ്. ഇത്തിരി ഉപ്പിടാം. ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂട്ടത്ത് തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുളിയൊക്കെ ഉണ്ടെന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കുറുമയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ചരുവത്തിൽ ഞാനിങ്ങനെ ഇറച്ചിക്കറി ഇങ്ങനെ തിളപ്പിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ. എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, നിനക്ക് ഈ ചരുവം മാത്രമേ ഉള്ളൂ? കാരണം ഞാൻ ഫസ്റ്റ് ടൈമിൽ ഉപ്പുമാവ് ഇടുമ്പോഴത്തേന് ഈ ചരുവത്തിൽ കാണിച്ചായിരുന്നു. വേറെ എന്തോ പാചകം ചെയ്തപ്പോഴും ഞാൻ ഈ ചരുവം ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ അവളോട് ഞാൻ പറയുകയാണ്, നമുക്ക് ഒരു ചരുവം എന്ന് പറഞ്ഞാൽ നമുക്കത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ചില പാത്രങ്ങൾ നമ്മളെ വിട്ടു പോകത്തില്ല. കാരണം അതിലൊരു പാകമുണ്ട് നമുക്ക്. ഇപ്പോൾ ഏത് പാത്രത്തിൽ വെച്ചാലും നമ്മൾ ഇതുപോലൊരു ചരുവം നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിലോട്ട് നമ്മൾ ഒഴിച്ചിരിക്കും. കാരണം ഇതിനൊരു കണക്കുണ്ട്. അതെത്ര ഇതിൻ്റെ സൈഡൊക്കെ ചളുങ്ങാൻ തുടങ്ങി എന്നാൽ പോലും ഇത് താഴെ വീണ് ചളുങ്ങി ഇത് കോടി ഇരുന്നാൽ പോലും ചിലപ്പോൾ നമ്മൾ നൂർത്ത് ആ പാത്രം എടുക്കും. കാരണം നമുക്ക് ആ പാത്രത്തിനോടൊരു എന്താ പറയുക, ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അത് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആ പാത്രത്തോട് നമ്മൾ കൂടുതൽ അടുപ്പം കാണിക്കും. കാരണം നമുക്കൊരു കൈവഴക്കമുള്ള ഒരു പാത്രമാണത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ അതിന് ഇത്രയും കൊള്ളും എന്നൊക്കെ നമുക്കറിയാം. ഇത് ഇത്ര അളവ് കൊള്ളും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ പാത്രം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പാത്രം ഞാൻ വിട്ട് കളയത്തില്ല. എൻ്റെ മോളെ, ഇതിനൊരു ഓട്ട വീഴാതെ ഞാൻ വിട്ട് കളയത്തില്ല. എന്താണ് ഓട്ട എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കീത്ത. ഇതിനൊരു കീത്ത വീണാലേ നമ്മളിത് വിട്ട് കളയുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പാത്രം വിട്ട് കളയില്ല. ഓക്കിപ്പം മനസ്സിലായോ? ഞാൻ ചുമ്മാ പറയുന്ന കേട്ടോ. എൻ്റെ ഒരു നല്ലൊരു കൂട്ടുകാരിയാണ്. അവൾ വെറുതെ തമാശ പറഞ്ഞ കേട്ടോ ചരുവത്തിൻ്റെ കാര്യം. അപ്പോൾ അവളോട് ഞാനൊരു തമാശ എന്ന് വെച്ച് കാച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ചരുവം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതൊരു കൈവഴക്കമുള്ള ചരുവമാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് മിക്കപ്പോഴും ഞാൻ പാചകം ചെയ്യുമ്പോഴൊക്കെ ഈ ചരുവത്തിനകത്തോട്ട് മാറ്റാറുണ്ട് പല കറികളും. ഇതിനൊരളവുണ്ട്. നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാൻ പറ്റിയൊരു ചരുവാണിത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ചരുവം ഇപ്പോൾ അങ്ങനെ കളയാൻ പറ്റുമോ? അതൊന്ന് ഒരു കീത്ത വരട്ടല്ലേ. ഒരു കീത്ത വരുമ്പോൾ നമുക്കങ്ങ് കളയാം. നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ ഉപ്പ് നോക്കിയാലോ. ഇപ്പോൾ ഉപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഒരുപാടിട്ട് തിളപ്പിക്കണ്ട. ഏകദേശം ഇറച്ചി വെന്തല്ലോ. അപ്പോൾ ഇനി കുറച്ച് നേരമായിട്ട് തിളപ്പിച്ചാൽ ഇറച്ചിയെല്ലാം വിട്ടുപോകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി ഇപ്പം ഇനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതേണ്ടേ നമ്മുടെ കറിയൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ? എണ്ണ തെളിഞ്ഞ് എനിക്കിത് മഞ്ഞ കളറെല്ലാം എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നതാണ്. നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനം ഒരു പൊടിക്കയും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ആദ്യമേ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ചേർത്തതായിരുന്നു. എങ്കിൽ പോലും ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുവാണേ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതായത് നമുക്കൊരു ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല സുന്ദരമായ ഒരു മണം വരുന്നുണ്ട് ഇപ്പം തന്നെ. അപ്പം കുറച്ച് മല്ലിയില ഞാൻ ചേർക്കുവാണേ. ചിലവർക്ക് മല്ലിയില ഇഷ്ടമില്ല ചേർക്കുന്നത്. അങ്ങനെയുള്ളവർ കറിവേപ്പില ചേർത്താൽ മതി. പക്ഷെ ഞാൻ മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. എനിക്കും പണ്ട് മല്ലിയിലയൊന്നും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ മുംബൈ പോയ സമയത്ത് ഈ പാനിപ്പൂരി കഴിച്ചാണ് ഈ മല്ലിയില എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിന് മുമ്പ് വരെ ഞാൻ മല്ലിയില കഴിക്കത്തേ ഇല്ലായിരുന്നു. ഇപ്പം അതെനിക്ക് മിക്ക കറികൾക്കും ഞാൻ മല്ലിയില ഇല്ലാതെ കറി വെക്കത്തില്ല. കാരണം ഈ അപ്പത്തിനൊക്കെ എടുക്കുന്ന കറിക്ക്, ചോറിനൊന്നും എടുക്കുന്ന കറിക്ക്, ഇറച്ചി കറിക്കൊന്നും മല്ലിയില എടുത്തില്ല. നമ്മൾ ഈ പാലപ്പം, വെള്ളയപ്പം അങ്ങനെയൊക്കെ എടുക്കുന്ന കറികൾക്ക് ഞാൻ മല്ലിയില ഉള്ളതാണ്. അപ്പോൾ ഇതേണ്ട കുറച്ച് കറിവേപ്പില ഞാൻ പിച്ചി കീറി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ തീ ഓഫ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കുക. കണ്ടോ? ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ അടിപൊളി കുറുമ ഇവിടെ റെഡിയായി. അപ്പം ഇനി ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഈ കറി എടുക്കാവുള്ളൂ. എപ്പോഴും കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. കാരണം ഈ മല്ലിയിലയുടെയും ഈ പുതിനയിലയുടെയും ഒക്കെ ആ ഒരു മണം അതിനകത്തോട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തുറക്കുക. നല്ല ചൂട് പൊറോട്ടയോ വെള്ളയപ്പോ ഇടിയപ്പോ ചോറിൻ്റെ കൂടെ കഴിക്കണ്ട കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ഈ കറി കൊള്ളത്തില്ലെന്നല്ല, കഴിക്കാം. പക്ഷേ ടേസ്റ്റ്
കൂടുതലും നമ്മുടെ ഇടിയപ്പം, പാലപ്പം, വെള്ളയപ്പം, അതുപോലെ പൊറോട്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളോടെ കഴിക്കാനാണ് ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതി ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.